നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് ദി ഹിന്ദു പത്രത്തിൽ വന്ന ഒരു പ്രധാന വാർത്തയാണ്, പിന്നെ അതിന്റെ ഒരു എഡിറ്റോറിയലും. അതെ, ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതെ, അതില് സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലൊരു തർക്കം വന്നു. ആധാർ തിരിച്ചറിയൽ രേഖയായി എടുക്കാമോ ഇല്ലയോ എന്നുള്ളതാണ്, അല്ലേ? ശരിയാണ്. അപ്പൊ നിങ്ങൾ UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയം എന്തായാലും ശ്രദ്ധിക്കണം. തീർച്ചയായും പോളിറ്റി ഭാഗത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഏറ്റവും നോക്കാം. ഓക്കെ. അപ്പോ ബീഹാറിൽ ഇപ്പോ ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, അതായത് SIR നടക്കുന്നുണ്ട് വോട്ടർ പട്ടികയുടെ. SIR. ഈ ഒരു പ്രോസസ്സിൽ ആധാർ, പിന്നെ എപ്പിക്, റേഷൻ കാർഡ് ഇതൊക്കെ തെളിവായിട്ടെടുക്കണം എന്ന് സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു. കാരണം ഇപ്പോ കമ്മീഷൻ പറയുന്ന 11 രേഖകൾ മാത്രം പോരാ, സാധാരണക്കാർക്ക് എളുപ്പമുള്ള ആധാറൊക്കെ വേണ്ടേ എന്നാണ് കോടതി ചോദിച്ചത്. ഒരു നീതി ഉറപ്പാക്കാൻ അത് വേണം. ശരിയാണ്, അത് ന്യായമാണെന്ന് തോന്നുമല്ലോ. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ യോജിച്ചില്ല. അതാണല്ലോ പ്രശ്നം. അതെ, അതാണ് പ്രധാന തർക്കം. കമ്മീഷൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ആധാർ ഒരു പൗരത്വരേഖയല്ല. ശരി. അത് ഇന്ത്യയിൽ താമസിക്കുന്ന ആർക്കും കിട്ടുന്ന ഒരു തിരിച്ചറിയൽ നമ്പറാണ്. അപ്പോൾ അത് വെച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റില്ല എന്നായിരുന്നു വാദം. ഓക്കെ, പക്ഷെ കോടതി അതെങ്ങനെയാണ് നേരിട്ടത്? കോടതി തിരിച്ചു ചോദിച്ചു, ഇപ്പം നിലവിൽ വോട്ടർ ഐഡിക്ക് കൊടുക്കുന്ന ഏത് രേഖയാണ് പൗരത്വം തെളിയിക്കുന്നതെന്ന്. അതൊരു നല്ല ചോദ്യമാണ്. അതെ, കാരണം ഈ SIRന്റെ ലക്ഷ്യം ആളെ തിരിച്ചറിയുക എന്നതാണ് പ്രധാനം, അല്ലാതെ പൗരത്വം തെളിയിക്കലല്ല. ശരി ശരി. അപ്പൊ അതുകൊണ്ട് SIR സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായില്ല. പക്ഷെ കമ്മീഷന്റെ നടപടികൾ അത് വേണമെങ്കിൽ പിന്നീട് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്നും പറഞ്ഞു. ഇതിനിടയിൽ ഹർജിക്കാരൊരു കാര്യം പറയുന്നുണ്ട്. ഇത് ചിലപ്പോൾ ദുർബല വിഭാഗങ്ങളെ വോട്ടവകാശത്തിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്നും. അതൊരു പ്രധാന ആശങ്കയാണ്. അപ്പോ UPSC പരീക്ഷയുടെ കാര്യത്തിൽ ഇതിന്റെ പ്രാധാന്യം എവിടേക്കാണ് വരുന്നത്? ഇത് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. പ്രിലിംസിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി ഗവേണൻസ് ഏരിയയിൽ വരും. ഏതൊക്കെ ടോപ്പിക്സ്? ഇലക്ഷൻ കമ്മീഷൻ, പിന്നെ ജനപ്രാതിനിധ്യ നിയമം 1950, വോട്ടവകാശം ഒരു മൗലിക അവകാശമായി കണക്കാക്കാമോ, ആധാർ, പിന്നെ ജുഡീഷ്യൽ റിവ്യൂ, ഇതൊക്കെ വരും. ഓക്കെ. മെയിൻസിലോ? മെയിൻസില് GS പേപ്പർ 2. അതിൽ പോളിറ്റി, ഗവേണൻസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇലക്ഷൻ നിയമങ്ങൾ, ജുഡീഷ്യറിയുടെ പങ്ക്, ഈ വിഷയങ്ങളിലൊക്കെ ഇതൊരു കേസ് സ്റ്റഡിയായിട്ട് ഉപയോഗിക്കാം. ശരി. അപ്പി പ്രിലിംസിന് വേണ്ടി കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് ഉറപ്പിക്കണമല്ലോ. ഏതൊക്കെയാണവ? പ്രധാനമായും ഒരു 4 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ജനപ്രാതിനിധ്യ നിയമം 1950. റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് 1950. അതെ, തെരഞ്ഞെടുപ്പിന്റെ ഒരു അടിസ്ഥാന നിയമം. അതിലെ സെക്ഷൻ 21 വോട്ടർ പട്ടിക പുതുക്കുന്നതിനെ പറ്റിയാണ്. ഓക്കെ. രണ്ടാമത്തേത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ECI, ആർട്ടിക്കിൾ 324 പ്രകാരം വന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. വോട്ടർ പട്ടിക ഉണ്ടാക്കുക, സൂക്ഷിക്കുക, അതൊക്കെയാണ് പ്രധാന ജോലി. ശരി. മൂന്നാമതായി ആധാർ. ആധാർ UIDAI കൊടുക്കുന്ന 12 അക്ക നമ്പർ. ഇത് തിരിച്ചറിയൽ രേഖയാണ്, പൗരത്വരേഖയല്ല. ആ വ്യത്യാസം ഓർക്കണം. പിന്നെ പുട്ടസ്വാമി കേസ്, സ്വകാര്യത. അതെ, അതും ബന്ധമുണ്ട്. നാലാമത്തേത്? ജുഡീഷ്യൽ റിവ്യൂ, അതായത് നിയമങ്ങളോ സർക്കാർ നടപടികളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അത് റദ്ദാക്കാനുള്ള കോടതിയുടെ അധികാരം. ശരി. അപ്പോൾ പ്രിലിംസിന്റെ ബേസിക്സ് കിട്ടി. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ ഈ വിഷയത്തെ കുറച്ചുകൂടി വിശാലമായി കാണണമല്ലോ. അതിന്റെ പ്രത്യാഘാതങ്ങൾ, മറ്റു വശങ്ങൾ എന്തൊക്കെയാണ്? മെയിൻസിന് നോക്കുമ്പോൾ പല കാര്യങ്ങൾ വരും. ഒന്ന്, ഈ ഡിജിറ്റൽ ഡിവൈഡ്. എല്ലാവർക്കും ഓൺലൈനായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. രേഖകൾ ഹാജരാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. ശരിയാണ്. അപ്പോ ആധാർ പോലെ എളുപ്പമുള്ള വഴി അടച്ചാൽ ചിലർ പുറത്താവാം. പിന്നെ പൗരത്വവും തിരിച്ചറിയലും തമ്മിലുള്ള വ്യത്യാസം. വോട്ടർ പട്ടിക ശരിയാക്കണം, പക്ഷേ പൗരന്മാർക്ക് ഒരു അധിക ഭാരം ആകരുത്. പിന്നെ ഫെഡറൽ തത്വങ്ങൾ. പൗരത്വം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ റോൾ എവിടെ വരുന്നു? ഇതൊക്കെ ആലോചിക്കണം. ഇതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവുമല്ലോ. തീർച്ചയായും. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക ക്ലീനാവും, കള്ളവോട്ട് തടയാൻ നോക്കാം. ഓക്കെ. ദോഷങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ രേഖകളില്ലാത്ത സാധാരണക്കാർ, ദുർബല വിഭാഗങ്ങൾ, അവർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടേക്കാം. പിന്നെ പൗരന്മാർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു ബാലൻസ് വേണം, അല്ലേ? കൃത്യതയും വേണം, ആരും പുറത്തു പോവാനും പാടില്ല. അതെ, അതാണ് വേണ്ടത്, ഒരു സന്തുലിതാവസ്ഥ. വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത, അതോടൊപ്പം എല്ലാവരെയും ഉൾക്കൊള്ളുക.
ഇലക്ഷൻ കമ്മീഷൻ ഒരു സഹായിയായി മാറണം. ഫെസിലിറ്റേറ്റർ. അതെ, ആധാർ, റേഷൻ കാർഡ് പോലെ എളുപ്പമുള്ള രേഖകൾ ഉൾപ്പെടുത്തണം. ഓൺലൈനും വേണം, ഓഫ്ലൈനും വേണം. അവസാനം, ജനങ്ങളുടെ വിശ്വാസം, പങ്കാളിത്തം, അതാണ് പ്രധാനം. വളരെ ശരിയാണ്. അപ്പോ ഈ വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതും അതേസമയം ഒരു പൗരന്റെയും വോട്ടവകാശം നഷ്ടപ്പെടാതെ നോക്കുന്നതും തമ്മിലുള്ള ഒരു ബാലൻസ് കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആധാർ പോലുള്ള രേഖകളുടെ ഉപയോഗം ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയും ചെയ്തു. അപ്പോ UPSC തയ്യാറെടുപ്പിൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒരു കാര്യം കൂടി ചേർക്കട്ടെ, ഒരു അവസാന ചിന്ത. പറയൂ. വോട്ടവകാശം ഒരു അടിസ്ഥാനപരമായ കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ ടെക്നോളജിയും ഭരണപരമായ രീതികളും ഏറ്റവും താഴെയുള്ളവരെ പോലും എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കണം. തിരിച്ചറിയൽ വേണം, പക്ഷെ അത് ആർക്കും ഒരു തടസ്സമാകരുത്. അതിന് നിയമങ്ങൾ മാത്രം പോരാ, ഒരു നിരന്തരമായ ശ്രദ്ധയും വേണം. വിഷയം ഇന്ത്യൻ വോട്ടവകാശം, നമ്മുടെ ജനാധിപത്യം, പിന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പുതിയ മാറ്റങ്ങൾ, പരിഷ്കാരങ്ങളൊക്കെയാണ്. നിങ്ങൾ ഒരു UPSC പഠിതാവാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു ചർച്ച, അതിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രിലിംസിനും മെയിൻസിനും വേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ, അതുപോലെ വിശകലനങ്ങൾ, അതൊക്കെ വേർതിരിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്.